ഹായ് കുട്ടികളെ, ഇന്ന് നിങ്ങൾക്ക് മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാണ് ഞാൻ വന്നിരിക്കുന്നത്. കഥയുടെ പേരാണ് എ ട്രിക്കി ഗേൾ. വൺസ് there lived a woman named രാധ in the village of അൽവർ. അൽവർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരിക്കൽ ജീവിച്ചിരുന്നു. ഷീ ഗോട്ട് മാരീഡ് ടു എ മാൻ രാമയ്യ ഇൻ ദാറ്റ് സെയിം വില്ലേജ്. അതേ ഗ്രാമത്തിൽപ്പെട്ട രാമയ്യ എന്നയാളായിരുന്നു രാധയെ വിവാഹം കഴിച്ചിരുന്നത്. ബോത്ത് ഓഫ് ദം were ഹാർഡ് വർക്കിംഗ് ഫാമേഴ്സ്. അവരിരുവരും കഠിനാധ്വാനികളായ കർഷകരായിരുന്നു. They started their life happily and shared everything in their life. അവരവരുടെ ജീവിതം വളരെ സന്തോഷമായിട്ട് തുടങ്ങി. അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവച്ച് അവർ ജീവിച്ചു. ഇയേഴ്സ് പാസ് ബൈ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ബോത്ത് ഓഫ് ദം were worried of having no children. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു വിഷമം എന്തായിരുന്നു? അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. They prayed to God and finally they got a baby girl after 10 years of their married life. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ അവസാനം അവർക്കൊരു പെൺകുഞ്ഞിനെ ലഭിച്ചു, അതും തങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ 10 വർഷങ്ങൾക്ക് ശേഷം. They loved their one and only one daughter ചിപ്പി with their whole heart. അവരവരുടെ ഒരേ മകളായ ചിപ്പിയെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിച്ചു. On one day, one bad news destroyed their happiness in the form of sudden demise of രാമയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദുഃഖവാർത്ത വന്നു. അതവരുടെ സന്തോഷത്തെ നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ രാമയ്യ മരിച്ചുപോയി. ചിപ്പി വാസ് ഓൺലി 3 years old at that time. ചിപ്പിക്ക് ആ സമയത്ത് വെറും 3 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. However, her mother strongly decided and planned to leave for her daughter. എന്നിരുന്നാലും അവളുടെ അമ്മ ഒരു ഉറച്ച തീരുമാനമെടുത്തു. എന്താണ്? തന്റെ മകൾക്ക് വേണ്ടി താൻ ജീവിച്ചേ മതിയാവൂ. Nobody supported her in this difficult situation. ആരും ഈ ദുഃഖം നിറഞ്ഞ സാഹചര്യത്തിൽ അവളെ സഹായിക്കുവാൻ ഉണ്ടായിരുന്നില്ല. She started to work in her own farm day and night to give a better future for her child. അവള് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തന്റെ കൃഷിയിടത്തിൽ പണി ചെയ്യുവാനായിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയാ? തന്റെ മകൾക്കൊരു നല്ല ഭാവി ലഭിക്കുന്നതിന് വേണ്ടി. When she came back from her farm, she seemed to be too exhausted. അവൾ അവളുടെ കൃഷിയിടത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ അവൾ ഏറ്റവും ക്ഷീണിതയായിട്ട് കാണപ്പെട്ടു. But she ignored her worries for her daughter. പക്ഷെ തന്റെ മകൾക്ക് വേണ്ടി തന്റെ ദുഃഖങ്ങളൊക്കെ അവൾ അവഗണിച്ചു, അല്ലെങ്കിൽ അതിനെയൊന്നും പരിഗണിച്ചില്ല. Against her mother's expectations, ചിപ്പി was not studying at all. തന്റെ അമ്മയുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിപ്പി ഒന്നും പഠിക്കുമായിരുന്നില്ല കുട്ടികളെ. When our mother returned from her work, ചിപ്പി pretended like a genius one by reading lessons loudly. കുട്ടികൾ ശ്രദ്ധിച്ചോ? അമ്മ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ചിപ്പി താൻ വലിയ പഠിത്തക്കാരിയാണെങ്കിൽ ബുദ്ധിമതിയാന്ന് കാണിക്കുവാൻ വേണ്ടി തന്റെ പാഠഭാഗങ്ങളിലൊക്കെ വളരെ ഉച്ചത്തിൽ വായിക്കുമായിരുന്നു. ശരിക്കും പഠിക്കുന്നുണ്ടായിരുന്നോ? ഒന്നും പഠിക്കുന്നില്ലായിരുന്നു. അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വായന. രാധ ബിലീവ് ഹർ ബ്ലൈൻഡ്ലി. രാധ അവളെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിച്ചു. ഫൈനലി ദ ഗ്രേറ്റ് ഡേ ഓഫ് എ ഫൈനൽ എക്സാം റിസൾട്ട് കെയിം. അങ്ങനെ ഫൈനൽ എക്സാമിന്റെ അല്ലെങ്കിൽ അവസാന പരീക്ഷയുടെ റിസൾട്ട് വന്നു. ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇയർ ഓഫ് ഹർ സ്റ്റഡീസ്. അവളുടെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായിരുന്നു അത്. ഓൾ നെയ്ബേഴ്സ് ഇൻക്ലൂഡിംഗ് ഹർ മദർ were eagerly waiting for her result. എല്ലാ അയൽക്കാരും, അവളുടെ അമ്മ ഉൾപ്പെടെ എല്ലാ അയൽക്കാരും വളരെ ആകാംക്ഷയോടുകൂടി ആ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു. ബട്ട് ഓൾ ഓഫ് ദം were really shocked with that result. പക്ഷെ എല്ലാവരും ആ റിസൾട്ട് കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. ചിപ്പി ഫെയിൽഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ സബ്ജക്ട്സ്. മിക്ക വിഷയങ്ങൾക്കും ചിപ്പി തോറ്റുപോയിരിക്കുകയാണ്. രാധ അണ്ടർസ്റ്റുഡ് ഓൾ ദ ട്രിക്കി തിങ്സ് ഓഫ് ഹർ ഡോട്ടർ. രാധയ്ക്ക് അവസാനം മനസ്സിലായി എന്താണ്? എല്ലാ സൂത്രവിദ്യകളും ആരുടെ? തന്റെ മകളുടെ. ഷീ ഡിസൈഡഡ് ടു ടീച്ച് ഹർ ഡോട്ടർ എ ഗ്രേറ്റ് ലെസൺ. അതോടെ രാധ തീരുമാനിച്ചു തന്റെ മകളെ ഒരു വലിയ പാഠം പഠിപ്പിക്കണമെന്നും. ഷീ ആസ്ക്ഡ് ഹർ ഡോട്ടർ ടു അക്കമ്പനി ഹർ ഫോർ ദ ഫാം വർക്ക്. തന്റെ കൂടെ പാടത്ത് അല്ലെങ്കിൽ തന്റെ കൃഷിയെടുത്ത് പണിയെടുക്കുവാനായിട്ട് വരുവാൻ തന്റെ മകളോട് ആവശ്യപ്പെട്ടു. അതുവരെയും മകളെ ഒരു കാര്യത്തിലും അമ്മ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. അപ്പൊ ഈ മകളുടെ സൂത്രവിദ്യ മനസ്സിലായതോടുകൂടി അമ്മ അവളോട് കൂടെ വരുവാൻ ആവശ്യപ്പെട്ടു. ചിപ്പി വാസ് ഫോഴ്സ്ഡ് ടു വർക്ക് വിത്ത് ഹർ മദർ അണ്ടർ ഹോട്ട് സൺ. ചിപ്പി ആ എരിവെയിലത്ത് ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ കീഴിൽ അമ്മയോടൊപ്പം പണിയെടുക്കുന്നതിന് നിർബന്ധിതയായി തീർന്നു. ഫൈനലി ഷീ അണ്ടർസ്റ്റുഡ് ദ ഹാർഡ്ഷിപ്സ് ദാറ്റ് ഹർ മദർ ഫേസ് ഫോർ ഹർ അപ്ലിഫ്റ്റ്മെന്റ്. അവസാനം തന്റെ അമ്മ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടാണ് തന്നെ
വളർത്തിയത് അല്ലെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടിലൂടെയാണ് കടന്നു വന്നതെന്നുള്ള സത്യം അവൾക്ക് മനസ്സിലായി. വൺ ഡേ ചിപ്പി അപ്രോച്ച് ഹെർ മദർ വിത്ത് ടീയേഴ്സ് സ്ട്രീമിംഗ് ഡൗൺ ഫ്രം ഹെർ ഐസ്. ഒരു ദിവസം ചിപ്പി തന്റെ അമ്മയെ സമീപിച്ചു. ആ സമയത്ത് അവളുടെ കണ്ണിൽ നിന്ന് അരുവി പോലെ കണ്ണുനീര് ഒലിച്ചൊലിച്ചു വരികയായിരുന്നു. അത്രമാത്രം ദുഃഖമുണ്ട്. അവൾ പശ്ചാത്തപിച്ചു. ഹെർ മദർ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹെർ ഡോട്ടർ റിയലൈസ് ഹെർ ഫോൾസ്. അമ്മയ്ക്ക് മനസ്സിലായി തന്റെ മകൾ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ആ കണ്ണുനീരിന്റെ അർത്ഥം മറ്റാരെക്കാളും അമ്മയ്ക്ക് മനസ്സിലാവും. ഷീ പ്രോമിസ് ഹെർ മദർ ടു സ്റ്റഡി സിൻസിയർലി. അവൾ അവളുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു താൻ ആത്മാർത്ഥമായിട്ട് ഇനി പഠിച്ചു കൊള്ളാമെന്ന്. ഫൈനലി ഷീ ഗോട്ട് ഹൈ മാർക്സ് ഫോർ ഓൾ എക്സാം. അവസാനം എല്ലാ പരീക്ഷകൾക്കും അവൾക്ക് ഉന്നത വിജയം നേടി അല്ലെങ്കിൽ ഉന്നത വിജയം ലഭിച്ചു. മീൻ ടൈം ഷീ ഗോട്ട് എ ഗുഡ് ജോബ് വിത്ത് ഹൈ സാലറി ആൻഡ് ലിവ് ഹാപ്പിലി ടുഗദർ. ഇതിനിടയ്ക്ക് അവൾക്കൊരു ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളത്തിൽ ലഭിച്ചു. പിന്നീട് അവർ സന്തോഷമായിട്ട് ജീവിച്ചു. ഈ കഥയിൽ ഒരു മോറൽ വാല്യൂ ഉണ്ട്. എന്താണ്? നെവർ ഇഗ്നോർ ദി ഹാർഡ്ഷിപ്സ് ഓഫ് യുവർ പേരൻസ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാട് ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും കുട്ടികളെ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നത്, എത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചായിരിക്കും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അച്ഛനമ്മമാർ നിറവേറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഒരിക്കലും അവഗണിക്കുവാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ളൂ, എന്താണ്? പഠിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രം. അത് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിന്റെ ഹാർഡ്ഷിപ്സിന്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന്റെ ബലം തിരിച്ചു കൊടുത്തേ മതിയാവും. കഥ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ കഥയോടൊപ്പം ഷോൺ സന്തോഷ് എന്ന് പറയുന്ന 8 വയസ്സുള്ള ഒരു കൊച്ചുമിടുക്കൻ അയച്ചു തന്ന വരച്ച ചിത്രങ്ങൾ ഞാൻ ചുവടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കാണണം. ആ കുട്ടിയുടെ ടാലന്റിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലത്തിന് വിടവാകുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.